സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 81 സങ്കീർത്തനം 10 തിരുവചനം. നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. ഈ വചനം ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. നീ വാ തുറക്കുക, നിനക്ക് ഭക്ഷിക്കാൻ ഞാൻ തരാം. കർത്താവ് നമ്മോട് ഓരോരുത്തരോടും പറയുന്ന വാക്കാണിത്. ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുവാനും വചനത്തിൽ വിശ്രമിക്കുവാനും വചനത്തിൽ നിന്ന് ശക്തി സ്വന്തമാക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ അതിനായി ഒരുക്കുക. നീ വാ തുറക്കുക, നീ അതിനായി ആഗ്രഹിക്കുക, നീ അതിനായി ഒരുമ്പെടുക, നീ അതിനായി സമർപ്പണം ചെയ്യുക, നീ അതിനുവേണ്ടി ത്യാഗം ഏറ്റെടുക്കുക. ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം. ഞാൻ നിന്നെ വചനം കൊണ്ട് നിറയ്ക്കാം. വചനത്തിന്റെ പവർ, വചനത്തിന്റെ അനോയിന്റിങ്, വചനത്തിന്റെ പ്രസൻസ്, വചനത്തിലൂടെ കിട്ടുന്ന എല്ലാവിധ കൃപകളും ഞാൻ നിനക്ക് തരാം. നീ വാ തുറന്നാ മതി. നമുക്കൊരു ആഗ്രഹവും മനസ്സും സമർപ്പണം ഉണ്ടായാൽ മതി. പുത്തൻ അഭിഷേകത്തിന് വേണ്ടി, ഒരു ഫ്രഷ് അനോയിന്റിങ്ങിന് വേണ്ടി, ഫ്രഷ് പവറിന് വേണ്ടി കർത്താവ് നമുക്ക് തരുന്ന നവമായ കൃപകളുടെ ചൈതന്യത്തിനായി നമ്മുടെ ജീവിതങ്ങളെ പുറമായും കർത്താവിന്റെ മുമ്പിൽ അടിയർ വയ്ക്കുക. എല്ലാവരും അടിയർ വയ്ക്കുക. ടോട്ടൽ സറണ്ടറിങ്, സമ്പൂർണമായ സമർപ്പണത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാളുകളായിട്ട് നമ്മുടെ ചില ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചിട്ടും വേണ്ട വിധം ആത്മീയമായി വളരാൻ പറ്റുന്നില്ല, കൃപയിൽ ജ്വലിക്കാൻ പറ്റുന്നില്ല, വചനം വായിച്ച് ധ്യാനിക്കാൻ പറ്റുന്നില്ല. ക്ഷീണം വരുന്നു, ഉറക്കം വരുന്നു, മടുപ്പ് വരുന്നു. വചനം എത്ര വായിച്ചാലും ഓർമ്മ കിട്ടുന്നില്ല. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ജപമാല ചൊല്ലി അമ്മമാതവണ ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു ജപമാല പോലും പൂർണ്ണമായി ചെല്ലാൻ പറ്റുന്നില്ല. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. വരണ്ടും വരൾച്ച നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരുതരം ആത്മീയ വരൾച്ച, മടുപ്പ്, മരവിപ്പ്. കർത്താവ് ഒരു ഫ്രഷ് കാറ്റ്, ഒരു ഫ്രഷ് പവർ ഈ അവസ്ഥയിൽ നമ്മിലേക്ക് പകരാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കണം, വാ തുറക്കണം. നീ വാ തുറക്ക്, നീ വാ തുറക്ക്, നിനക്ക് ആവോളം ഭക്ഷിക്കാൻ ഞാൻ തരാം. കർത്താവിന്റെ ഈ വാക്കിനെ ഏറ്റെടുത്തുകൊണ്ട് മനസ്സിന്റെ എല്ലാ ഭാരങ്ങളെയും ഹൃദയത്തിലെ എല്ലാ ആകുലതകളെയും നമ്മളെ വിഷമിപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ബിസിനസിനെ കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ചുള്ള നിരവധിയായ വേദനകൾ, നൊമ്പരങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും ഏൽപ്പിച്ച്, ഇത് കൃപ ഇറങ്ങുന്ന സമയമാണ്, അഭിഷേകം വ്യാപരിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിന്റെ പവർ ഒരു ഇടിമിന്നൽ പോലെ 10,000ങ്ങളിലേക്ക് വ്യാപിക്കുന്ന സമയമാണ്. ആഗ്രഹിച്ചുകൊണ്ട് വലതുകരം എഴുതി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ആത്മീയ വളർച്ച നൽകണമേ, ആത്മീയ വളർച്ച നൽകണമേ. ദൈവിക ജ്ഞാനം തരണമേ, ദൈവിക ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മ ശക്തി തരണമേ, പരിശുദ്ധാത്മ ശക്തി തരണമേ. നവമായ അഭിഷേകം തരണമേ, നവമായ അഭിഷേകം തരണമേ. കൃപകൾ ജ്വലിപ്പിക്കണമേ, കൃപകൾ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് നമ്മൾ പ്രാർത്ഥിച്ച ഈ നിയോഗങ്ങളിലെല്ലാം ദൈവശക്തി ഇറങ്ങുവാൻ,
ദൈവത്തിന്റെ തീ പടരുവാൻ കരഘോഷത്തോടെല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ വരണമേ. കം ഹോളി സ്പിരിറ്റ്, anoint us, anoint us. Holy Spirit, bless us, bless Lord, anoint Lord. Amen. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ആഗ്രഹിച്ച് പാടുകേ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഗ്ലോറി. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് വ്യാപരിക്കുക. ദേശങ്ങളിൽ രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കുക, വ്യാപരിക്കുക. തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ. ഈ സാന്നിധ്യം, ഈ സാന്നിധ്യം, ഫയർ പ്രസൻസ്, ഈ സാന്നിധ്യം, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ സാന്നിധ്യം തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ. കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്നൊരു മനസ്സോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് ആരാധന. ഈ സാന്നിധ്യമായി അഗ്നി സാന്നിധ്യമായി ആയിരങ്ങളെ പതിനായിരങ്ങളെ ഉണർത്തുക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ അഴിക്കണമേ. ആത്മീയ മരടിപ്പുകള്, ആത്മീയ തളർച്ചകള്, ആത്മീയ ദുർബലതകള്, ആത്മീയ ക്ഷീണങ്ങള് പരിശുദ്ധാത്മാവേ അങ്ങനെ പുതുബലത്താൽ എടുത്തു മാറ്റണമേ. അനേകമായിരങ്ങളെ ആത്മാവിന്റെ ബലം കൊണ്ട് ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പറയുക പരിശുദ്ധാത്മാവേ, എല്ലാവരും ഉത്തേജിപ്പിക്കുക പരിശുദ്ധാത്മാവേ. ആറിപ്പോയ ജീവിതങ്ങളെ ചൂട് പിടിപ്പിക്കുക, ആറിപ്പോയ ജീവിതങ്ങളെ ചൂട് പിടിപ്പിക്കുക. തണുത്തുപോയ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവേ ചൂട് പിടിപ്പിക്കുക. ചൂട്, തീ, തീ, തീ. ഹോളി സ്പിരിറ്റ്, 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 ഹോളി സ്പിരിറ്റ്. ആമേൻ, 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 ആമേൻ. ഞങ്ങളെ തീ പിടിപ്പിക്കണമേ, ചൂടുള്ളവരാക്കണമേ. പരിശുദ്ധാത്മാവേ, മാറിപ്പോയ ഞങ്ങൾ ആത്മീയ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, സമർപ്പിത ജീവിതം, പരിശുദ്ധാത്മാവേ, വചനാത്മക ജീവിതം, സമാത്മക ജീവിതം പരിശുദ്ധാത്മാവേ ചൂട് പിടിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പിരിറ്റ്, സ്പിരിറ്റ്, സ്പിരിറ്റ്. ആമേൻ, 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 ആമേൻ. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, ഞങ്ങളുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മതീയിൽ ചൂടുപിടിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ആത്മീയ വളർച്ചയിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് പ്രത്യാശ പകരുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ ആത്മാവ്
നമുക്ക് നൽകുന്ന ആലോചന, ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യം ഭൗതിക സുവിശേഷമല്ല. ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യം ഭൗതിക സുവിശേഷമല്ല. ഈ കാലഘട്ടത്തിൽ ഈ വചന സന്ദേശത്തിന് വലിയ പ്രസക്തിയുണ്ട്. പലയിടങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ അനേകർ പറയുന്നൊരു കാര്യമാണ്, സഹോദര പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒരു ആത്മീയ വരൾച്ചയാണ്. ആത്മീയ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല. എവിടെയൊരു മടുപ്പ്, ക്ഷീണം, തളർച്ച, ദുർബലത, ഒരു നിസ്സംഗതയും ശൂന്യതയും. വളരെ വിരസമാണ് എൻ്റെ ആത്മീയ ജീവിതം. വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് വചനത്തിൽ നിന്ന് ക്രമ സ്വീകരിക്കാൻ പറ്റുന്നില്ല. കൗദാശിക ജീവിതവും താറുമാറായി കിടക്കുന്നു. ആത്മീയ ജീവിതം താളം തെറ്റിയതുപോലെ ഒന്നിനോടും ഒരു പ്രത്യേകമായ താല്പര്യമില്ല, ഒരു വിരസതയാണ്. എന്ത് എൻ്റെ ജീവിതം ഇപ്രകാരമായി പോയത്? പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. പതിനായിരങ്ങളെ ഈ വിധം പിശാച് ഇന്ന് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഒരു വിരസതയും വിരക്തിയും നിസ്സംഗതി നിഷ്ക്രിയത്വവും കൊടുത്ത് ആത്മീയ ജീവിതം അത് അർത്ഥശൂന്യമാണത്, ബോറിംഗ് ആണെന്നുള്ള ഒരു മിഥ്യാധാരണയിൽ അനേകം ആത്മാക്കളെ ഇന്ന് സാത്താൻ കുരുക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം, പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ആത്മശക്തിയിലേക്ക് നമ്മൾ ഉയരാത്തത് കൊണ്ടാണ്. പ്രതിസന്ധികളുടെ, പ്രതികൂലങ്ങളുടെ, സാമ്പത്തികമായ തകർച്ചകളുടെ, മഹാമാരിയുടെ, കഠിനമായ സഹനങ്ങളുടെ, അപഖ്യാതികളുടെ, അപമാനങ്ങളുടെ, ഞെരുക്കങ്ങളുടെ എല്ലാം വേലിയേറ്റങ്ങള്, അത്തരത്തിലുള്ള കാറ്റുകൾ നമ്മൾ വീശിയടിച്ചപ്പോൾ ഇതിനെ എങ്ങനെ അതിജീവിക്കണം, ഇതിനെങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയാതെ അനേകര് പകച്ചുപോയി. കാരണം നമുക്ക് ആ വിധത്തിലുള്ള ഒരു ആത്മീയ പരിശീലനം പലപ്പോഴും നമുക്ക് കിട്ടാതെ വന്നു. പലപ്പോഴും നമ്മൾ കേട്ടത് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ ഭംഗിയായി ക്രമീകരിച്ചു തരുന്ന കർത്താവിനെ കുറിച്ചാണ്. ജോലി തരുന്ന, വീട് തരുന്ന, രോഗങ്ങൾ മാറ്റുന്ന, അഡ്മിഷൻ തരുന്ന, വിസ തരുന്ന, പ്രമോഷൻ തരുന്ന കർത്താവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടു. ഇത് 100% സത്യമാണ്, ശരിയാണ്. നമ്മുടെ കർത്താവ് യഹോവ ജയറയാണ്. നമ്മുടെ കർത്താവ് റാഫയാണ്, സൗഖ്യത്തിന്റെ ദൈവമാണ്. നമ്മുടെ കർത്താവ് ഗോഡ് ഓഫ് മിറക്കിളാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നവനാണ്, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നവനാണ്. നമ്മളെ കർത്താവ് നമ്മളെ സാന്റിഫൈ ചെയ്യുന്നവനാണ്, നമ്മളെ വിശുദ്ധീകരിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് നമ്മളെ മെച്യൂറാക്കുന്നവനാണ്, പക്വതയിലേക്ക് വളർത്തുന്നവനാണ്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ദൈവ പ്രവർത്തനങ്ങളെ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും നമ്മൾ വിമുഖത കാണിക്കുകയാണ്. അനുഗ്രഹങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും ഡെലിവറൻസുകളും എല്ലാം ആവോളം നമ്മിലേക്ക് വാരിക്കൊരു തരുന്ന കർത്താവിനെ നമുക്ക് എന്തൊരു ഇഷ്ടമാണ്. ആരാ ഇങ്ങനൊരു കർത്താവിനെ ഇഷ്ടപ്പെടാതിരിക്കുക? എന്നാൽ പൗലോസ്ലീഹയുടെ വാക്ക് നമ്മൾ ചിന്തിക്കണം ഈ സമയങ്ങളിൽ. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണോ നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്? സഭയോട് ചോദിക്കുന്ന ചോദ്യമാണ് വിശുദ്ധ പൗലോസ്. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ക്രമമായി, ഭംഗിയായി, ഉചിതമായി പോകുവാനാണോ നീ കർത്താവിനെ ആരാധിക്കുന്നത്? നിന്റെ ഉപവാസവും നിന്റെ പ്രാർത്ഥനയും നിന്റെ വചന പഠനവും വചന ധ്യാനവും എല്ലാം ഈ ലോക ജീവിതം വളരെ ക്രമമായി, ഉചിതമായി പോകുവാൻ വേണ്ടി മാത്രമാണോ? അപ്പോസ്തലനായ പൗലോസിന്റെ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് എന്താ, ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ
നമ്മൾ ആകെ വീക്കായി പോവുകയാണ്. പലരുടെ വിശ്വാസം തണുത്തു പോകുന്നു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് എത്ര പേരെ വിശ്വാസം തണുത്തുറഞ്ഞു പോയത്. നമ്മുടെ ജീവിതത്തിന് ഏത് സാഹചര്യത്തിലും നമ്മളെ കരുതുവാനും പോറ്റുവാനും പരിപാലിക്കുവാനും മതിയായ ദൈവമായ കർത്താവാണ് എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത്. അവൻ വിശ്വസ്തനാണ്. അവന് മുഖപക്ഷമൊന്നുമില്ല. നമ്മെ പോറ്റുവാൻ ഒരു സാഹചര്യവും ദൈവത്തിന് തടസ്സമല്ല. നമ്മെ പരിപാലിക്കുവാൻ ഒരു മഹാമാരിയും ഒരു സാമ്പത്തിക ക്രൈസിസും ഈ ലോകത്തിന്റെ ഒരു സംവിധാനം കർത്താവിന് തടസ്സമല്ലെന്നേ. അവൻ ഓൾ മൈറ്റിയാണ്, ഓൾ സഫിഷ്യന്റ് ഗോഡാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നൊരു ബൗദ്ധികതയുടെ അതിപ്രസരം നമ്മുടെ ആത്മീയ ശുശ്രൂഷകളിൽ കടന്നുപറ്റി. ബൗദ്ധികതയുടെ അതിപ്രസരം. കർത്താവ് ഭൗതികമായ നന്മകൾ തരുന്നവനാണ്. നമുക്കതിൽ സന്തോഷിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നാൽ അതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതാണോ നമ്മുടെ വിശ്വാസം? അത് LKG വിശ്വാസമല്ലേ? അത് LKG സ്നേഹമല്ലേ? ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യം, നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള സുവിശേഷ പ്രഘോഷണങ്ങളാണ്. നമ്മുടെ കർത്താവിന്റെ സുവിശേഷ പ്രഘോഷണം ശ്രദ്ധിക്കുക. അപ്പോസ്തലന്മാരുടെ സുവിശേഷ പ്രഘോഷണം ശ്രദ്ധിക്കുക. സഭാപിതാക്കന്മാരുടെ വിശുദ്ധാത്മാക്കളുടെ സുവിശേഷ പ്രഘോഷണങ്ങളെല്ലാം ആത്മരക്ഷയിൽ വേരൂന്നിക്കൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണങ്ങളായിരുന്നു. ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് ആവശ്യമായ നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് ഉയർത്തുന്ന, നിത്യജീവന്റെ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തുന്ന സുവിശേഷ പ്രഘോഷണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, രോഗം വരുമ്പോൾ, തകർച്ച വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, സഹനം വരുമ്പോൾ, അധിക്ഷേപം വരുമ്പോൾ, ആക്ഷേപം വരുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കണം, ഇതാണ് നിത്യജീവന്റെ മൂല്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ആദിമ സഭയിൽ സിംഹങ്ങൾ കടിച്ചു കീറുമ്പോഴും നീരോടെ പൂന്തോട്ടങ്ങളിൽ വിളക്കുമരങ്ങളായ അവരുടെ പച്ച ശരീരം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കർത്താവിനെ പ്രതി, വിശ്വാസത്തെ പ്രതി എല്ലാം നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെടുന്നു, സ്ഥലം നഷ്ടപ്പെടുന്നു, വീട് നഷ്ടപ്പെടുന്നു, ബന്ധുക്കളെ നഷ്ടപ്പെടുന്നു, മക്കളെ നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുമ്പോഴും അവർ പകച്ചുപോയില്ല, അവർ പെറുപിറുത്തില്ല, അവർ പിന്മാറ്റത്തിലേക്ക് പോയില്ല, അവരുടെ വിശ്വാസം മങ്ങിപ്പോയില്ല. എന്താ കാരണം? നിത്യജീവന്റെ പ്രത്യാശയിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ ജീവിതമാണ് ആദിമ സഭയിലെ ക്രൈസ്തവരെ നയിച്ചത്. അവർക്കറിയാം, ഈ ലോക ജീവിതം വെറും ഹ്രസ്വമാണ്, ഈ ലോക ജീവിതം വെറും താൽക്കാലികമാണ്, ഈ ജീവിതത്തിനപ്പുറം എണ്ണി തീർക്കാൻ കഴിയാത്ത നിത്യമായൊരു ജീവിതം ഞങ്ങളുടെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ! ഈ ഒരു പ്രത്യാശയല്ലേ നമ്മൾ ഇന്ന് ജനത്തിന് കൊടുക്കേണ്ടത്? അതിന് പകരം ഭൗതികത മാത്രം പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ എവിടെയാ കർത്താവ് മഹത്വപ്പെടുന്നത്? എവിടെയാണ് നമ്മുടെ ജനത്തിന് മാറ്റം വരുന്നത്? എന്തുകൊണ്ട് മാനസാന്തരം ഇല്ലാത്ത? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിന്ന് പോയിട്ടാണോ? പരിശുദ്ധാത്മ ശക്തി ക്ഷയിച്ചു പോയിട്ടാണോ? ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഫോക്കസ് മാറ്റേണ്ട സമയമായി. നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങളിൽ ആത്മരക്ഷയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണങ്ങൾ വരണം. ജീവിത വിശുദ്ധിക്ക്, സത്യവിശ്വാസത്തിന്, നിത്യമായ ജീവിതത്തിന്, കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷങ്ങളുടെ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലി, ഒരു ആത്മീയത കെട്ടിപ്പൊക്കുവാൻ ആവശ്യമായ പ്രബോധനങ്ങൾ സഭാ മക്കൾക്ക് നൽകേണ്ട കാലം വന്നെത്തിയിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുന്നില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരികയാണ്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ചു പ്രയോജനമുണ്ട്.
എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെ സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? ശാരീരികമായ എക്സസൈസുകള്, ശരീരത്തിൻ്റെ കാര്യങ്ങള് കുറച്ച് പ്രയോജനമുണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട്. എന്നാൽ ആത്മീയത അതെല്ലാ അർത്ഥത്തിലും വിലയുള്ളതാണ്. കാരണം അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. നമ്മുടെ ശരീരം അത് ഈ ലോകത്തോടു കൂടി അവസാനിച്ചു. പ്രിയപ്പെട്ടവർ, ഇന്ന് കർത്താവ് നമ്മളെ വിളിച്ചാൽ തീർന്നില്ല നമ്മുടെ ശരീരം കഴിഞ്ഞു. എന്നാൽ ആത്മാവിന് മരണമില്ല. ഒരു മനുഷ്യാത്മാവിന് മരണമില്ല. ഒരു മനുഷ്യാത്മാവിന്റെ ആയുസ് ദൈവത്തിന്റെ ആയുസ്സാണ്. ദൈവത്തിന്റെ ആയുസ്സാണ് ഒരു മനുഷ്യാത്മാവിന്റെ ആയുസ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് ആത്മീയത എല്ലാ അർത്ഥത്തിലും വിലപ്പെട്ടതാണ്, വിലയേറിയതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇത് വെറും ഒരു മൺകൂടാരം മാത്രമാണ്. നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു കളിമൺ മൺകൂടാരമാണ് നമ്മുടെ ശരീരം. ഇതിൻ്റെ അകത്ത് വിശിഷ്ടമായ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിന്റെ വളർച്ചയ്ക്കും ഈ ആത്മാവിന് നിത്യമായ രക്ഷയ്ക്കും ഉതകുന്ന വചനപ്രബോധനങ്ങളും ആത്മീയ ശുശ്രൂഷകളും ആത്മീയ ഭക്ഷണവുമാണ് ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് പത്രോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 3:18 പറയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വളരേണ്ടത് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിലും ബന്ധത്തിലും ക്രിസ്തുവിനുള്ള അറിവിലാണ് നമ്മൾ വളരേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എല്ലാം നഷ്ടപ്പെട്ടവർക്ക് നമുക്ക് അത്ഭുതവും ഡെലിവറൻസും വേണം. അത് തീർച്ചയായും കർത്താവ് തരും. എന്നാൽ നിങ്ങൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. അതെല്ലാം കർത്താവ് ഒരു തീർപ്പുണ്ടാക്കി തന്നു കഴിയുമ്പോൾ പിന്നെ അടുത്ത പ്രശ്നം വരാൻ നോക്കിയിരിക്കരുത്. നീ കർത്താവിന്റെ അരികിലെത്താൻ, നീ കർത്താവിനെ വിളിക്കാൻ, നീ കർത്താവിനെ സ്നേഹിച്ച് അനുഗമിക്കാൻ, പക്വതയിലേക്ക് വളരുക. വീണ്ടും പൗലോസ്ലീഹയുടെ ജീവിതത്തിലേക്ക് വാ. അപ്പൊ ഇവരുടെ എല്ലാം മുഖ്യ വിഷയം എന്തായിരുന്നു? ഭൗതിക സുവിശേഷമല്ല. നിങ്ങൾ അപ്പോസ്തലപ്രവർത്തനത്തിൽ വായിക്കേ, സുവിശേഷങ്ങൾ പഠിക്കേ. അവരൊന്നും ഭൗതിക സുവിശേഷം, ഈ ലോകത്തിൽ എങ്ങനെ സുഖമായി ജീവിക്കാം, ഈ ലോക ജീവിതത്തിൽ എങ്ങനെ സഹനങ്ങൾ ഒഴിവാക്കി ജീവിക്കാം, കുരിശില്ലാതെ ജീവിക്കാം, ഈ ലോകത്തിൽ എങ്ങനെ അലിലും അലച്ചിലുമില്ലാതെ ജീവിക്കാം, ഇവിടെ എങ്ങനെ കംഫർട്ടായിട്ട് തുടരാം, ഇതൊന്നുമല്ല അവർ പ്രസംഗിച്ചത്. പൗലോസ്ലീഹയുടെ മുഖ്യ പ്രസംഗ വിഷയം എന്തായിരുന്നു? പൗലോസ് എന്താ പ്രസംഗിച്ചത്? കൊരിന്ത്യർ സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 2:2 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും പറയാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ക്രൂസിഫിക്കേഷൻ, കർത്താവായ യേശുവിന്റെ കുരിശിലെ മരണം, അവന്റെ ഉത്ഥാനം, അതിലൂടെ കിട്ടിയ രക്ഷ, ഈ നിത്യമായ രക്ഷ നിത്യജീവനിലേക്ക് പൗലോസ്ലീഹ ജനത്തെ നയിക്കുകയാണ്. അതുകൊണ്ട് മാസീവായ കൺവേർഷൻ ഉണ്ടായത്, ഹോളി സ്പിരിറ്റിന്റെ മൂവ് ഉണ്ടായത്, അനേകരെ പരിശുദ്ധാത്മാവ് യഥാസ്ഥാനപ്പെടുത്തിയത്. യേശുവിനെ പ്രഘോഷിച്ചു, യേശുവിന്റെ ക്രൂശ് പ്രഘോഷിച്ചു, യേശുവിന്റെ സാൽവേഷൻ പ്രഘോഷിച്ചു. പത്രോസ്ലീഹായോ അപ്പോസ്തലപ്രവർത്തനം 11:14 പറയുന്നുണ്ട്, കൊർന്നേലിയൂസിന്റെ അടുത്ത് ദൈവദൂതൻ വന്ന് പറയാണ്. എന്താ പറയുന്നത്? കൊർന്നേലിയൂസ്, നിനക്കും നിന്റെ ഭവനത്തിനും വേണ്ട രക്ഷയ്ക്കുള്ള കാര്യങ്ങൾ പത്രോസ് നിന്നെ അറിയിക്കും. പത്രോസിന്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു? എങ്ങനെ അത് മാറ്റാം, എങ്ങനെ ഇത് മാറ്റാം, ഇതൊക്കെ ദൈവം മാറ്റിത്തരില്ലേ? തീർച്ചയായിട്ടും മാറ്റിത്തരും. നമ്മുടെ കർത്താവ് അത്രയും കരുണയുള്ളവന്, സ്നേഹമുള്ളവനാ. പക്ഷെ അതിനപ്പുറത്തുള്ളതാണ് ക്രിസ്തീയ വിശ്വാസം. നമ്മളിങ്ങനെ തീരത്തിങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാരണം? അങ്ങനെ നമ്മൾ തുഴഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ആഴത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. നമ്മുടെ വിശ്വാസം ദൃഢപ്പെടുകയില്ല. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വാടിപ്പോവും. ഒരു അപ്രതീക്ഷിതമായ
ഒരു 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 പ്രതികൂലം വരുമ്പോൾ നമ്മൾ വീക്കായി പോകും. പിന്നെ വിശ്വാസം വേണ്ട, പ്രാർത്ഥന വേണ്ട, വചനം വേണ്ട, കുദാശ വേണ്ട. അവൻ സഭാവിരോധിയാകുന്നു, ദൈവവിരോധിയായി മാറുന്നു. എത്രയെത്ര ജീവിതങ്ങൾ ഇത് കാണാൻ പറ്റും. കാരണം ടീച്ചിങ്ങിന്റെ ഒരു പ്രശ്നമാണത്. നമ്മുടെ ടീച്ചിങ്ങിന് ഒരു മാറ്റം വരുത്തണം. അനുതാപത്തെ കുറിച്ച്, മാനസാന്തരത്തെ കുറിച്ച്, യഥാർത്ഥ വിശ്വാസ ജീവിതത്തെ കുറിച്ച്, നിത്യജീവനെ കുറിച്ച്, ഇവാഞ്ചലൈസേഷനെ കുറിച്ച്, പരിശുദ്ധാത്മാവിലുള്ള നവമായ ജീവിതത്തെ കുറിച്ചുള്ള പ്രസംഗങ്ങള് നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ മുഴങ്ങേണ്ട സമയമായി എന്ന് ദൈവത്തിന്റെ അരൂപി നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യം ഭൗതിക സുവിശേഷമല്ല, ആത്മരക്ഷയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണങ്ങളാണ്. നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രഘോഷണങ്ങൾ, നിത്യജീവന്റെ ജീവിതം നയിക്കുവാൻ, ഈ ലോകത്തിൽ നയിക്കുവാൻ ആവശ്യമായ പ്രഘോഷണങ്ങൾ, പ്രബോധനങ്ങൾ ജനത്തിന് കൊടുക്കണം. ആദിമസഭയെ പോലെ നമ്മുടെ ജനം ഹൈ വോൾട്ടേജിന്റെ ജനമായിട്ട് മാറും, അഭിഷേകത്തിന്റെ ജനമായിട്ട് മാറും, കൃപയുടെ ജനമായിട്ട് മാറും, വിശുദ്ധിയുടെ ജനമായിട്ട് മാറും, അഭിഷേകത്തിന്റെ ജനമായിട്ട് മാറും, ആത്മശക്തിയുടെ ജനമായിട്ട് മാറും. പൗലോസ് പറയുന്നില്ലേ റോമക്കാർക്ക് 8:18, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങൾ, നഷ്ടങ്ങളെല്ലാം എത്ര നിസ്സാരമാണ്. അപ്പൊ ക്രിസ്തീയ സഹനത്തിന്റെ പ്രാധാന്യം, സഹനത്തിലൂടെ ലഭിക്കുന്ന രക്ഷാകരമായിട്ടുള്ള ആ അഭിഷേകം ജനത്തെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോ സഹനങ്ങളിൽ പരാതികളില്ല, സഹനങ്ങളും കൃപകളായി സ്വീകരിക്കാൻ തുടങ്ങും. സഹനങ്ങളിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിശയകരമായ മാറ്റങ്ങൾ സംഭവിക്കും. അത് നമ്മുടെ മിനിസ്ട്രികളെ ബലപ്പെടുത്തും, കൂട്ടായ്മകളെ ബലപ്പെടുത്തും, സഭയെ ബലപ്പെടുത്തും. ഈ ഒരു അഭിഷേകം നമ്മളിലേക്ക് എല്ലാം വ്യാപരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ഞങ്ങളുടെ ക്ലേശങ്ങള് അസംഖ്യമാണ്, എന്നാൽ അതിൻ്റെ എല്ലാം അനുഭവമായ മഹത്വം എത്ര വലുതാണ്. അതുകൊണ്ട് ഞങ്ങൾ നിരാശപ്പെടുന്നില്ല, ഭഗ്നാശരാകുന്നില്ല. പൗലോസ് പറയാണ്, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കൂടുതൽ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങേണ്ട സമയമായി. നമ്മുടെ കർത്താവിൻ്റെ 2ാം വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെ സ്വർഗം പണിയാം എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് അതിനുവേണ്ട തത്രപ്പാടുകളൊക്കെ വെട്ടിക്കൂട്ടുമ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആഗമനത്തിനായി നാം നമ്മെ തന്നെ ഒരുക്കണം, സഭയെ ഒരുക്കണം. നശിക്കുന്ന ആത്മാക്കളെ അതിനുവേണ്ടി, കർത്താവിന് വേണ്ടി നേടുവാനുള്ള സമയമാണിത്. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് വേണം. നമ്മുടെ കുടുംബം നടക്കണ്ടേ, നമ്മുടെ മക്കൾക്ക് നല്ല ജോലിയും അവർക്ക് നല്ല സംവിധാനങ്ങളും വേണ്ടേ, നമുക്ക് ജീവിത വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടണ്ടേ, നമുക്ക് ആരോഗ്യം വേണ്ടേ. ഇതെല്ലാം ദൈവം തരും. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങി പോകരുത് നിന്റെ വിശ്വാസം, അതിൽ മാത്രം ഒതുങ്ങി പോകരുത് നിന്റെ ആധ്യാത്മികത. അതിന്റെ അപ്പുറത്തേക്ക് നീ പോകണം, ആഴത്തിലേക്ക് നീങ്ങണം. അത് നിത്യതയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ കർത്താവിനെ ആരാധിക്കുന്നത്, സ്നേഹിക്കുന്നത്. കർത്താവേ, അങ്ങയോടൊപ്പം നിത്യമഹത്വത്തിൽ, ആ ഇറ്റേണൽ ഗ്ലോറിയിൽ അങ്ങയോടൊപ്പമായിരിക്കും. അതല്ലേ കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നിത്യം നഷ്ടപ്പെട്ടു പോകാത്ത ഒരു ആധ്യാത്മികത നമ്മൾ വളർത്തിയെടുക്കണം. പ്രഘോഷകരായ നമ്മൾ ഈ ഒരു സ്പിരിച്വാലിറ്റി, ഈ ഒരു ആധ്യാത്മികത ജനത്തെ പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. അതിലേക്ക് നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹങ്ങളും കൂട്ടായ്മകളെല്ലാം വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങൾക്കും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങൾക്കും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ നിത്യജീവനായ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും ധാരാളമായി ഉണ്ടാകട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം.
രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ